ഹലോ ഗൈസ്, ക്രിപ്റ്റോ ലൈവിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ടെലിഗ്രാമിലും അല്ലാതെ വീഡിയോയ്ക്ക് താഴെ കമന്റും ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്, അപ്ഡേറ്റ്സ് ഒന്നും ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ജോലിയുടെ ഒക്കെ കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ തന്നെയാണ്. ബിറ്റ്കോയിൻ ഏകദേശം 100K അടുത്തൊരെത്തിയിരിക്കുകയാണ്, 100K ടച്ച് ചെയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി എന്താണ് ബിറ്റ്കോയിൻ സംഭവിക്കാൻ പോകുന്നത്, ഇനി ബിറ്റ്കോയിൻ ഇനിയും മുകളിലേക്ക് പോയി 150Kയിലേക്കൊക്കെ പോവോ, അതോ വീണ്ടും ഇവിടെ നിന്ന് താഴത്തേക്ക് നല്ലൊരു ഡ്രോപ്പ് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. (2020) ഞാൻ ക്രിപ്റ്റോ സ്പേസിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്തെല്ലാം ബിറ്റ്കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 11 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലായിരുന്നു. അതായത് ഏകദേശം $12,000 ഒക്കെ ആയിരുന്നു ബിറ്റ്കോയിന്റെ ആ ഒരു സമയത്തെ വില എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് അത് 2020 ഡിസംബറിൽ 11 ലക്ഷം രൂപയിൽ നിന്നിരുന്ന ബിറ്റ്കോയിന്റെ വില ഇപ്പൊ ഏകദേശം നിൽക്കുന്നത് 80 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ കഴിഞ്ഞ ബുൾ റണ്ണിലെല്ലാം ക്രിപ്റ്റോയിൽ ആക്റ്റീവ് ആയിട്ടിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബുൾ റൺ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും തന്നെയായിരുന്നു. കാരണം ഇതേ പാറ്റേണിൽ തന്നെയാണ് കഴിഞ്ഞ ബുൾ റണ്ണും സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 2020 ബിറ്റ്കോയിൻ ഹാവിങ്ങിന് ശേഷം മാർക്കറ്റ് കുറച്ചാൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഏകദേശം ഡിസംബറോട് കൂടിയാണ്, അല്ലെങ്കിൽ 2020 നവംബറോട് കൂടിയാണ് ബിറ്റ്കോയിൻ ആ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം $10,000 നിന്ന് വളരെ പെട്ടെന്നാണ് BTC 20,000-ലേക്കും 30,000-ലേക്കും അവസാനം 68,900 ആ ഒരു റേഞ്ച് 69,000-ലേക്കൊക്കെ വന്ന് ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ 2020 മുതലേ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും BTCയുടെ മൂവ്മെന്റ് എന്നെല്ലാം നമുക്ക് ഏറെക്കുറെ എക്സ്പെക്ടഡ് ആയിരുന്നു. അപ്പൊ കുറെ പേരെല്ലാം ഇതിന്റെ ഇടയിൽ BTC ഇനി കഴിഞ്ഞ ബുൾ റൺ പോലെ ഇനിയൊരു ബുൾ റൺ നമുക്ക് തരില്ല, അല്ലെങ്കിൽ BTC സീറോയിലേക്ക് പോവുകയാണ് എന്നിങ്ങനെയുള്ള കുറെ റൂമേഴ്സ് എല്ലാം ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ ഹാവിങ്ങിന് ശേഷം വളരെ വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തിരുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. പക്ഷെ BTC കുറച്ച് നാൾ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ BTCയുടെ ഈ ഒരു മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ആ ഒരു ബിറ്റ്കോയിൻ ഹാവിങ് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്നല്ല, കുറച്ചാൾ കഴിഞ്ഞിട്ട് ഒരു കൺസോൾട്ടേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തത്. അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. ആ ഒരു BTCയുടെ ഒരു ഹാവിങ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഏകദേശം മാർച്ച് ഏപ്രിൽ സമയത്താണ് BTC ഹാവിങ് നടക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് BTC ഒരു സ്വീപ്പ് ചെയ്തത് ഏകദേശം 48,000 വരെ BTC വന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാ ലിക്വിഡിറ്റീസും സ്വീപ്പ് ചെയ്തിട്ടാണ് നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് തന്നത്. അപ്പൊ BTC ഹാവിങ് നടക്കുന്നത് ഏകദേശം 2024 ആ ഒരു മെയ് സമയത്താണ് BTC ഹാവിങ് നടക്കുന്നത്. ആ ഒരു സമയത്ത് ചെറിയൊരു മൂവ്മെന്റ് തന്നിട്ട് BTC വളരെ പെട്ടെന്ന് താഴത്തേക്ക് പോയി, അല്ലെങ്കിൽ ഒരു കറക്ഷനിലേക്ക് വരുന്നതാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അപ്പൊ BTC ഹാവിങ് എന്ന് പറയുന്നത് നോർമലി ഒരു ബൈ ദ റൂമർ സെൽ ദ ന്യൂസ് ഇവന്റ് തന്നെ ആയിരുന്നു. കാരണം വളരെ പെട്ടെന്ന് തന്നെ BTC താഴത്തേക്ക് വന്നു. അപ്പൊ ഈ ഒരു സമയത്തെല്ലാം ആൾക്കാർ കുറെ അധികം പ്രഡിക്ട് ചെയ്യുന്നുണ്ടായിരുന്നു BTC ഇനി വീണ്ടും താഴേക്ക് പോകും, 10,000-ലേക്കെല്ലാം BTC വരും എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ 2020 മുതൽ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ടും അതുപോലെ ഒരു ICT ട്രേഡർ ആയതുകൊണ്ടും ഈ ഒരു 47,000-ലേക്ക് അല്ലെങ്കിൽ 48,000-ലേക്കെല്ലാം BTC വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്വീപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു മൂവ്മെന്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ പ്രെഡിക്ട് ചെയ്തൊരു സംഭവം തന്നെയായിരുന്നു BTCയുടെ ഇത്രയും വലിയൊരു റൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ദുബായ് ബേസ്ഡ് കമ്പനിക്ക് വേണ്ടി പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മൂവ്മെന്റ് തന്നെയായിരുന്നു. അപ്പൊ ഏകദേശം ഈ സമയത്തൊക്കെ നമ്മൾ BTC വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ കൂടുതലും ഓൾട്ട് കോയിൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ BTCയിൽ അത്യാവശ്യം റിട്ടേൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓൾട്ട് കോയിൻസിലാണ്. ഓൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ 2020 ബുൾ റണ്ണിൽ സംഭവിച്ചത്. ആദ്യം തന്നെ BTC ആണ് ഇങ്ങനെ വലിയൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഓൾട്ട് കോയിൻസും അതുപോലെ എത്തീരിയം എല്ലാം വളരെ കൺസോളിഡേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ആയിരിക്കും ബാക്കിയുള്ള കോയിൻസിലേക്ക് പോവുക. കാരണം BTC ഡൊമിനൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്നത് ബിറ്റ്കോയിനിലേക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫണ്ടും വരുന്നത് ബിറ്റ്കോയിനിലേക്ക് തന്നെ ആയിരിക്കും. BTC ഡോമിനൻസ് കൂടുന്ന സമയത്ത് ബാക്കി ആൾട്ട് കോയിൻസ് എല്ലാം ഒന്നുകിൽ താഴേക്ക് വരികയോ അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഇനി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനിയും ബിറ്റ്കോയിൻ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുമോ, അല്ലെങ്കിൽ ഇനി ആൾട്ട് കോയിൻസ് മൂവ് ചെയ്യോ? ഇനി എത്തീരിയം അതുപോലെ ബാക്കിയുള്ള കുറെ അധികം ആൾട്ട് കോയിൻസ് ഉണ്ട്. അപ്പൊ ഈ കോയിൻസ് എല്ലാം ഇനി മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യോ, അല്ലെങ്കിൽ ഇനി വലിയൊരു കറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുമോ എന്നിങ്ങനെയുള്ള കുറെ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ക്രിപ്റ്റോ ആണ് ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത്.
അപ്പൊ നിങ്ങൾ ബിറ്റ്കോയിന്റെ റൺ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇതിലും വലിയൊരു റണ്ണാണ്. അത് വരാൻ പോകുന്നത് ബാക്കിയുള്ള ആൾട്ട് കോയിൻസ് എന്ന് നമ്മൾ പറയുന്ന ബാക്കിയുള്ള ബിറ്റ്കോയിൻ അല്ലാത്ത കോയിൻസിലാണ്. അപ്പൊ ഇനി ക്രിപ്റ്റോ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക്